ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിന്റെ പ്രവർത്തന പുസ്തകമാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ വിട്ടുപോയതാണ്. സോ ആ ക്ലാസ് ആണ് ഇപ്പോൾ നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. 1ാമത്തെ ചാപ്റ്റർ അറിയാലോ, അടുക്കളയിലെ രൂപങ്ങളിലെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മുടെ 1ാമത്തെ പാഠം അടുക്കളയിലെ രൂപങ്ങളാണ്. അതിൽ നമ്മുടെ ഫസ്റ്റ് പ്രവർത്തനം എന്താണ്? ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതാണ് അല്ലേ. അതായത് നമുക്ക് അതായത് രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതിനെ കുറിച്ചാണ്, രൂപങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. രൂപങ്ങളെ കുറിച്ച് വട്ടം, ത്രികോണം, ചതുരം തുടങ്ങിയ രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തന വർക്ക്ഷീറ്റാണ് കേട്ടോ. ഈ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുക്കുക. രണ്ടാമത്തെ നമ്മുടെ 1ാമത്തെ വർക്ക്ഷീറ്റിൽ തന്നെയുള്ള 2ാമത്തെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, സ്കെയില്, കുപ്പിയുടെ അടപ്പ്, വള എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ, നിറം കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുക കേട്ടോ. ഇപ്പം എന്തുപയോഗിച്ച് വരയ്ക്കേണ്ടത്? സ്കെയില്, കുപ്പിയുടെ അടപ്പ്, വള ഇത് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പം ഇതുപോലെ നോക്കൂ, നമ്മളിവിടെ ഒരു മരം വരച്ചിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ വരച്ചിരിക്കുന്നത് നോക്കിക്കേ. അതെ, തണ്ണിമത്തനാണ് കേട്ടോ. തണ്ണിമത്തനെയും വരച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുക കേട്ടോ. അതാണ് 1ാമത്തെ വർക്ക്ഷീറ്റ്. രൂപങ്ങൾ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അതായത് വട്ടം വെച്ചിട്ടാണ് അല്ലേ വരച്ചിരിക്കുന്നത്. എല്ലാത്തിലും ഏത് രൂപം കൂടുതലുള്ളത്? വട്ടമാണ്. 2ാമത്തെ വർക്ക്ഷീറ്റ്, ചിത്രത്തിന് നിറം കൊടുക്കൂ. നോക്കൂ, 1ാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു ബസ്സിന്റെ ചിത്രമാണ് അല്ലേ. ഏതൊക്കെ രൂപങ്ങൾ വെച്ചാണ് ബസ് വരച്ചിരിക്കുന്നത്? ചതുരം, ത്രികോണം, വട്ടം അല്ലെ, വൃത്തം വെച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യുക? നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിറം കൊടുക്കുക മാത്രമല്ല, എന്തും കൂടെ ചെയ്യണം? രൂപങ്ങളുടെ എണ്ണം കൂടെ എഴുതണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരേ രൂപങ്ങൾക്ക് ഒരേ നിറം കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ചതുരത്തിനെല്ലാം നമ്മൾ നീല നിറം കൊടുത്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ത്രികോണത്തിന് മഞ്ഞ നിറവും, വട്ടത്തിന് നോക്കൂ, വട്ടത്തിന് ഒരു വയലറ്റ് നിറവും കൊടുത്തിട്ടുണ്ട്. ഇനി രൂപങ്ങൾ എണ്ണി എഴുതുക. എത്ര ചതുരമാണുള്ളത്? 7. എത്ര ത്രികോണം? 2. എത്ര വട്ടം? 4. അടുത്ത ചോദ്യം, സ്കെയിൽ, കുപ്പിയുടെ അടപ്പ്, വള എന്നിവ ഉപയോഗിച്ച് മറ്റു ചിത്രങ്ങൾ വരയ്ക്കും, നിറം കൊടുക്കും. അപ്പോൾ ഏത് ചിത്രം വരയ്ക്കേണ്ടത്? സ്കെയില്, കുപ്പിയുടെ അടപ്പ്, വള ഉപയോഗിച്ച് ഇതുപോലുള്ള വേറെ ചിത്രങ്ങൾ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളിവിടെ വേറെ ചിത്രം വരച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം കേട്ടോ. അടുത്തത് 3ാമത്തെ വർക്ക്ഷീറ്റ്, കുത്തുകളിലൂടെ വരച്ച ചിത്രങ്ങൾ പൂർത്തിയാക്കൂ, നിറവും കൊടുക്കൂ. അപ്പൊ ഇവിടെ 3 രൂപം കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ചതുരവും ഉണ്ട്, വട്ടവും ഉണ്ട്, ത്രികോണവും ഉണ്ട്. അപ്പൊ ഈ 3 എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കുത്തുകൾ വരച്ച് യോജിപ്പിച്ചിട്ട് നിറം കൊടുക്കാനാണ് പറയണത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം എന്ത് കംപ്ലീറ്റ് ചെയ്യാം? ചതുരം കംപ്ലീറ്റ് ചെയ്യുക അല്ലെ. ചതുരം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം വട്ടം പൂർത്തിയാക്കുക. അതിനുശേഷം ത്രികോണം ചെയ്യുക. നോക്കൂ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് യോജിപ്പിച്ച ശേഷം നിറം കൊടുക്കുക. അടുത്ത 4ാമത്തെ വർക്ക്ഷീറ്റാണ് നിറം കൊടുക്കാം. നിറമുള്ള കളങ്ങൾ നോക്കി ബാക്കി ഭാഗത്തിന് നിറം കൊടുക്കൂ. അതായത് ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തിനും അതേപോലത്തെ തന്നെ നിറം കൊടുക്കണം കേട്ടോ. വേറെ നിറം കൊടുക്കരുത്. ഒരു ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് കാണുന്ന നിറം കണ്ടില്ലേ, ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത ഭാഗവും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യാനാണ് പറയണത് കേട്ടോ. അതാണ് 4ാമത്തെ വർക്ക്ഷീറ്റ്. 5ാമത്തെ വർക്ക്ഷീറ്റ്, തന്നിരിക്കുന്ന ഭാഗം നോക്കി ചിത്രങ്ങൾ മുഴുവനായും വരയ്ക്കുക. ഇതേപോലെ നമ്മൾ ഇവിടെ 4ാമത്തെ വർക്ക്ഷീറ്റുകൾ നിറം കൊടുക്കുകയാണ്. 5ാമത്തെ വർക്ക്ഷീറ്റ് വരച്ച് ചേർക്കുന്നതാണ് അല്ലേ. ഇവിടെ ഉണ്ട് വീട്, ബനിയൻ, മരത്തിനെയൊക്കെ എന്ത് ചെയ്യും? ബാക്കി ഭാഗം വരച്ച് ഇതുപോലെ ഇവിടെ വരച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് 5ാമത്തെ വർക്ക്ഷീറ്റ്. അപ്പൊ എല്ലാം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റും. അടുത്ത 6ാമത്തെ വർക്ക്ഷീറ്റ് എന്താണ്? അടുത്ത ചിത്രം വരയ്ക്കുന്നതാണ് അല്ലേ. ഇവിടെ നമുക്ക് ചിത്രം വരച്ചുള്ള ഒരു പാറ്റേൺ ആണുള്ളത്. അപ്പൊ ഇതുപോലെ അടുത്ത ഭാഗം നമുക്ക് വരച്ച് ചേർക്കാം ഇതേപോലെ. ഓക്കെ, അടുത്തത് വർക്ക്ഷീറ്റ് 7, ചിത്രത്തിലെ ഓരോ രൂപത്തിനും അതേ നിറം കൊടുക്കൂ. അതായത് ഇവിടെ വട്ടത്തിന് മഞ്ഞയും, ത്രികോണത്തിന് പച്ചയും, ചതുരത്തിന് ചുവപ്പും നിറം കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയണത്. അതേപോലെ താഴെ കാണുന്ന ചിത്രത്തിനും നിറം കൊടുത്ത് ഭംഗിയാക്കും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുത്ത് ഭംഗിയാക്കാനാണ് പറയുന്നത്. നിറം കൊടുക്കുന്നതും വരയ്ക്കുന്നതും മാത്രമാണ് അല്ലേ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റ് ഉള്ളത്. പക്ഷെ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ പഠിക്കുന്നത്? രൂപങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് വട്ടം ഉണ്ടാവുക, എന്താണ് ത്രികോണം, എന്താണ് ചതുരം എന്നല്ലേ നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്ഷീറ്റാണ്. അപ്പൊ എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കണ്ട് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.